ഹായ് ഡിയേഴ്സ്. ലോജിക് ഗേറ്റ്സ് ആണ് തുടങ്ങിയിരിക്കുന്നത്. നമ്പർ സിസ്റ്റംസ് ഒക്കെ കുറച്ച് പാടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം നമ്പർ സിസ്റ്റത്തിൻ്റെ കൺവേർഷൻസ് ഒക്കെ എങ്കിലും വളരെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലോജിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റം വളരെ എളുപ്പമാണ്. വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്പർ സിസ്റ്റം. അപ്പോൾ ലോജിക് ഗേറ്റ്സിൽ ആദ്യം നമ്മൾ ഓർ ഗേറ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഓർ ഗേറ്റ് അപ്പം 3 ലോജിക് ഗേറ്റ്സ് ആണ് ബേസിക് ലോജിക് ഗേറ്റ്സ് ആയിട്ട് വരണം. ഓർ ആൻഡ് നോട്ട്, ഓർ ഓപ്പറേഷൻ, ആൻഡ് ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻ, 3 സിമ്പിൾ ബേസിക് ഗേറ്റ്സുകളാണ്. അപ്പോൾ ഓർ ഗേറ്റ് കഴിഞ്ഞു. എനി ഓർ ഓൾ. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 2 കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർത്തിരിക്കണം. 3 കാര്യങ്ങളാണ്. ഒന്ന് സിമ്പിൾ, 2 y = a + b, a or b, 3 0 0 0 0 1 1 1 0 1 1 1 1. ആ ഓർ ഗേറ്റിൻ്റെ ആ ഒരു ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഓർ ഗേറ്റ് സിമ്പിൾ ട്രൂത്ത് ടേബിൾ. നെക്സ്റ്റ് വൺ ആൻഡ് ഗേറ്റ് ആണ്. AND, ആൻഡ് ഗേറ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലുള്ള ഗേറ്റാണ് ആൻഡ് ഗേറ്റ്. അതായത് y = AB എന്നാണ് എഴുതുക. A.B എന്ന് എഴുതും, AB എന്ന് എഴുതും. A ആൻഡ് B എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മളെപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് AB, A.B അല്ലെങ്കിൽ A ആൻഡ് B. ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൽ ഇതെല്ലാം നമ്മൾ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റിൽ ട്രൂത്ത് ടേബിൾ, ആൻഡ് ഗേറ്റും നമുക്ക് ഓർ ഗേറ്റ് പോലെ ഡയോഡ് വെച്ചിട്ടൊക്കെ പഠിപ്പിക്കാം. ഡയോഡ് വെച്ചിട്ടുള്ള സർക്യൂട്ട് വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും ഒരു ഡയോഡ് വർക്ക് ചെയ്യുന്നു, രണ്ടിനും ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ അത്രയും ഒരു ഡിസ്കഷനിൽ ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിളും ട്രൂത്ത് ടേബിളും വെച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം ഓർ ഗേറ്റിൻ്റെ അത്രയ്ക്കും ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ആൻഡ് ഗേറ്റ് അത്രയ്ക്ക് ഡീപ്പായിട്ട് പോകേണ്ടി വരില്ലല്ലോ. അപ്പോൾ നമുക്ക് ആൻഡ് ഗേറ്റിൻ്റെ PPT തയ്യാറാക്കിയിട്ടുണ്ട്. PPT നോക്കാം. PPTയിൽ ഓരോ ഇതായിട്ട് നമുക്ക് നോക്കാം. ആൻഡ് ഗേറ്റിലേക്ക് പോകാം. An AND gate can have 2 or more inputs and perform what is known as multiplication. സമ്മേഷൻ ആണ് ഓർ ഗേറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ രീതിയിലാണ് ആൻഡ് ഗേറ്റ് വരിക, നോൺ ആസ് മൾട്ടിപ്ലിക്കേഷൻ. ദ ഔട്ട്പുട്ട് ഓഫ് ആൻഡ് ഗേറ്റ് ഈസ് ഹൈ വെൻ ഓൾ ഇൻപുട്സ് ആർ ഹൈ, അതർവൈസ് ഓൾ ഔട്ട്പുട്ട്സ് ആർ ലോ. അതായത് ആൻഡ് ഗേറ്റിൽ 1 1 മാത്രമേ 1 ഉള്ളൂ. 1 1 മാത്രം 1 1 കണ്ടീഷൻ. ഇൻപുട്ടിൽ എല്ലാ ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമാണ് ആൻഡ് ഗേറ്റിൽ 1 കിട്ടുക. 1 1 മാത്രം 1, എല്ലാ ഇൻപുട്ടും ഹൈ ആണെങ്കിൽ എന്തുള്ളൂ, ആൻഡ് ഗേറ്റിൽ ഒരു ഹൈ ഔട്ട്പുട്ട് തരുന്നുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 മാത്രമേ 0 ഉള്ളൂ ഓർ ഗേറ്റ്. അപ്പോൾ ആൻഡ് ഗേറ്റ് ഓർത്തിരിക്കുന്നത് 1 1 മാത്രമാണ് 1, എല്ലാ ഇൻപുട്ടും ഹൈ ആയാൽ മാത്രം ഒരു ഹൈ ഔട്ട്പുട്ട് തരുന്ന ഗേറ്റാണ് ആൻഡ് ഗേറ്റ്. നോക്കാം. The output of AND gate is high when all inputs are high, otherwise all outputs are low. അടുത്തത് നോക്കാം. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ ഓർക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. AB 2 ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടും. സിമ്പിൾ വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഗേറ്റ് ഒരു സിമ്പിളും ഔട്ട്പുട്ട് കണ്ടീഷൻസും ആണ് കാണിച്ചിരിക്കുന്നത്. അത് വെൻ ഓൾ ഓഫ് ദ ഇൻപുട്സ് ആർ ഹൈ, ഇങ്ങനെയാണ്. ഔട്ട്പുട്ട് ഈസ് ഹൈ വെൻ ഓൾ ഓഫ് ദ ഇൻപുട്സ് ആർ ഹൈ, അങ്ങനെയാണ്. വെൻ ഓൾ ഓഫ് ദി ഇൻപുട്സ് ആർ ലോ, ഔട്ട്പുട്ട് ഈസ് ലോ. വെൻ വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് ലോ, ദെൻ ആൾസോ ഔട്ട്പുട്ട് ഈസ് ലോ. അപ്പോൾ എല്ലാ ഇൻപുട്ടും ഹൈ ആയാൽ മാത്രമാണ് ആൻഡ് ഗേറ്റിലൊരു ഹൈ ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ ട്രൂത്ത് ടേബിളുമാണ്. നമുക്കിനി ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് പോവാം. ആൻഡ് ഗേറ്റിൻ്റെ ഇപ്പം ഇതാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടോ. 0 0 0 0 1 0 1 0 0 1 1 മാത്രം 1. ഇതാണ് ആൻഡ് ഗേറ്റ്. ഞാൻ ആ സർക്യൂട്ട്സിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളും സിമ്പിളുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായാലോ. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ പോലെയുള്ള ഒരു ഗേറ്റാണ് ആൻഡ് ഗേറ്റ്. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ, ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. നമുക്ക് ഒരു 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് കൂടെ വേണമെങ്കിൽ കാണിക്കാം. ഇത് ആൻഡ് ഗേറ്റിൻ്റെ കണ്ടീഷൻസ് ആണ്. ഇത് സ്വിച്ചിൽ ഞാൻ കാണിച്ചിരിക്കുന്നതാണ്. 0 0 ആയപ്പോൾ ഔട്ട്പുട്ടിൽ റെഡ് വന്നിട്ടില്ല. ഒരെണ്ണം ഇൻപുട്ടിൽ ഹൈ ആയപ്പോഴും ഔട്ട്പുട്ടിൽ ലോ ആണ്.
അടുത്തതും അതെ, അടുത്ത ഇൻപുട്ട് ഹൈ ആയിട്ട് ലോ ആണ്. 2 ഇൻപുട്ട് ഹൈ ആവുന്ന കണ്ടീഷനിൽ മാത്രമാണ് ഒരു ഹൈ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി അതിൻ്റെ ലോജിക്കൽ എക്സ്പ്രഷൻ ആണ് ഇവിടെ. എക്സ് എന്നാണ് ഈ പി പി ടിയിൽ ഇൻപുട്ടിനെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഓർ ഗേറ്റിൽ വൈ എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ വൈ ഈസിക്കൽ ടു എ ഡോട്ട് ബി ഓർ എ ബി എന്നുള്ള രീതിയിൽ നമ്മളത് കാണണം. നമ്മൾ ഓർ ഗേറ്റിൽ വൈ എന്നും പറഞ്ഞാണ് ഞാൻ ഔട്ട്പുട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പം നമ്മൾക്ക് അങ്ങനെ വൈ എന്നും പറഞ്ഞ് തന്നെ പഠിച്ചു പോവാം. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വൈ ഈസിക്കൽ ടു എ ബി എന്നെടുക്കണം. എ ഡോട്ട് ബി ഓർ എ ബി എന്നുള്ള രീതിയിൽ എടുക്കണം. വൈ ഈസിക്കൽ ടു എ ബി. അപ്പോൾ ആൻഡ് ഗേറ്റ് സിമ്പിൾ, ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ, ആൻഡ് ഗേറ്റിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ. വൈ ഈസിക്കൽ ടു എ ബി എന്നുള്ളത് ആൻഡ് ഗേറ്റിൻ്റെ എന്താണ്? ബൂലിയൻ എക്സ്പ്രഷൻ എന്നാണ് അതിന് പറയുന്നത്. അതാണ് നമ്മൾ പഠിച്ചത്. നോക്കാം, നമ്മൾക്കിനി ഒരു 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണിത്. ഇതൊരു 3 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. 3 ഇൻപുട്ടുള്ള ഈ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓർ ഗേറ്റിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ട്രൂത്ത് ടേബിൾ 3 ഇൻപുട്ടിൻ്റെ എഴുതി അയച്ചു തരണം. ഓർ ഗേറ്റ് ക്ലാസ് കണ്ടു കഴിയുമ്പോൾ അത് ചെയ്യണം. ഇവിടെ ഞാൻ ഒരു 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ആ കോമ്പിനേഷൻ, ഇൻപുട്ടിൻ്റെ ഓരോ കോമ്പിനേഷനും നമുക്കറിയാം. ഇൻപുട്ട് ഓൾ ഇൻപുട്ട്സ് 1 ആയാൽ മാത്രമാണ് ഒരു 1 കിട്ടുന്നത് ആൻഡ് ഗേറ്റിൽ. അപ്പോൾ ഒരു 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കണ്ടീഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പല ഇൻപുട്ട് കണ്ടീഷൻസ് മാറി മാറി വന്നാലും ഔട്ട്പുട്ട് ലോ ആവുന്നു. എല്ലാ ഇൻപുട്ടുകളും ഹൈ ആവുമ്പോൾ മാത്രം ഒരു ഹൈ ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ആൻഡ് ഗേറ്റിന് പഠിക്കാൻ. ഇനി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ പറഞ്ഞു, ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ പറഞ്ഞു, ആൻഡ് ഗേറ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു, ബൂലിയൻ എക്സ്പ്രഷൻ പറഞ്ഞു. ഇത്രയും നോട്ടിൽ തയ്യാറാക്കണം. ഇനി ഒരു കാര്യം കൂടി നമുക്ക് കിടപ്പുണ്ട്. എന്താണ്? ആൻഡ് ഗേറ്റിൻ്റെ IC 7408 ആണ് ആൻഡ് ഗേറ്റിൻ്റെ IC. 7432 ഓർ ഗേറ്റ്. ഈ ICകളെല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ IC എല്ലാം 14 ഇൻപുട്ട് IC ആണ്. ഈ എല്ലാ ICയുടെയും പിൻ നമ്പർ 7 ഗ്രൗണ്ടും പിൻ നമ്പർ 14 ആണ് VCC. അപ്പോൾ ആൻഡ് ഗേറ്റ് ICയുടെ ഈ 7432 എന്നുള്ള ഓർ ഗേറ്റ് ICയിൽ 4 ഓർ ഗേറ്റുകളാണ് ആ ഓർ ഗേറ്റിൻ്റെ ICക്കകത്ത് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെയുള്ള ഇൻറ്റേർണൽ പാക്കേജ് ഡ്രോയിങ്ങിനും ചിലപ്പോൾ ചോദിക്കാം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനും ICയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ചോദിക്കാം. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ IC അതാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റ് IC നേരെ വായിച്ചെടുക്കുക. ആൻഡ് ഗേറ്റ് IC നോക്കുക. ആൻഡ് ഗേറ്റിൻ്റെ IC കാണിച്ചിരിക്കുന്നത് 4 ഇൻപുട്ടുകളാണുള്ളത്. ഈ 4 ഇൻപുട്ടുകൾ വെച്ചിട്ട് ആണ് നമ്മളത് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ആൻഡ് ഗേറ്റ് ICയും നിങ്ങൾ നോക്കുക. അപ്പോൾ ഓക്കെ, നമ്മളുടെ ക്ലാസ് ഇത് കേട്ടല്ലോ. അപ്പോൾ നമ്മൾക്കിനി നാളെ നമുക്ക് നോക്കാം. ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓർ ഗേറ്റും കഴിഞ്ഞു, ആൻഡ് ഗേറ്റും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾക്ക് നോട്ട് ഗേറ്റ് ആണ്. ഇൻവെർട്ടർ ഗേറ്റ് അല്ലെങ്കിൽ നോട്ട് ഗേറ്റ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.